ഈ വീഡിയോയിൽ ഇന്നത്തെ ജിയോ പൊളിറ്റിക്സ് ആണ് നമ്മൾ നോക്കുന്നത്. സൺഡേ, ഇപ്പം ഇന്ന് നേരെ വെളുത്ത സമയത്തുള്ള മൺഡേ, ഈ ഒരു ഇടപെട്ട സമയത്ത് നടന്ന ഡെവലപ്മെൻറ്റ്സ് ആണ് ഈ വീഡിയോയിൽ മൊത്തത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ സെലൻസ്കി വളരെ വിഷമകരമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പുറത്തിറക്കുന്നുണ്ട്. അതായത് സെലൻസ്കി നടത്തിയ ഓപ്പറേഷൻ സ്പൈഡർ എന്ന് പറഞ്ഞ ആ ഒരു ആക്രമണത്തിലൂടെ റഷ്യ ഏതാണ്ട് ഒരു പീസ് ടോക്കിൽ എത്തി ഒപ്പിടാൻ നിൽക്കുന്ന ഒരു സീസ് ഫയറിൽ ഒപ്പിടാൻ നിൽക്കുന്ന ഒരു സമയം വരെ എത്തി. അതായത് ഉക്രൈൻ അടിച്ച അടിയിൽ റഷ്യ ആ രീതിക്ക് അയഞ്ഞു വന്നു എന്നാണ് ഉക്രൈനിലെ സെലൻസ്കി അവകാശപ്പെടുന്നത്. ഇത് പുള്ളി തന്നെ ഡയറക്റ്റായിട്ട് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റാണ്. അപ്പോൾ അത് ഏത് സാഹചര്യത്തിലാണെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും റഷ്യ അമേരിക്ക ഇടപെട്ട് ഒരു വെടിനിർത്തൽ കരാർ കൊണ്ടുവരണമെന്ന് ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നടത്തിയ ചർച്ചകളിലെല്ലാം റഷ്യ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് തന്നെയാണ് കാണിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് റഷ്യ സമി റീജിയനിൽ ഏതാണ്ട് 3 സെക്ടറുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ബാക്കി 75% സമി റീജിയനും റഷ്യ കൈക്കലാക്കിയിരിക്കുകയാണ്. ഓൾറെഡി തന്നെ ലുഹാൻസ്ക് ഒബ്ലാസ്റ്റ് തൊട്ട് സെപ്പറോഷ്യ വരെയുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ റഷ്യ കൈയടക്കി വെച്ചിരിക്കുക. സമി റീജിയനും കൂടെ കയ്യിൽ വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ കാർക്കീവ് ഭാഗത്ത് കഠിനമായ ആക്രമണം, നല്ല രീതിയിലുള്ള ആക്രമണം ഇപ്പോഴും, അതായത് ഈ ഓപ്പറേഷൻ സ്പൈഡർ ഉക്രൈൻ നടത്തിയത് തൊട്ട് കാർക്കീവ് മേഖല പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിലാണ് ആക്രമണങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഉക്രൈൻ, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ, റഷ്യക്കുള്ളിൽ ചില നിർണായകമായിട്ടുള്ള സ്പോട്ടുകൾ, ടാർഗറ്റഡ് പ്ലേസുകളായിട്ടുള്ള ലൂക്ക ഓയിൽ എന്ന് പറഞ്ഞ ആ ഒരു ഓയിൽ റിഫൈനറിയൊക്കെ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഉക്രൈനും ചില ടാർഗറ്റഡ് മിഷൻസ് ആണ് നടപ്പിലാക്കുന്നത്. പക്ഷേ ഉക്രൈന് ഒരിക്കലും ലാൻഡ് ക്യാപ്ചർ ചെയ്യാൻ കഴിയുന്നില്ല. കാരണം അവരുടെ ഫ്രണ്ട് ലൈൻ ഫോഴ്സ് അത്ര ശരിയല്ല. അത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഉക്രൈൻ നടത്തുന്നതെല്ലാം ഡ്രോൺ അറ്റാക്ക്, അതാണ് മെയിനായിട്ട് അവർ ഡ്രോൺ വെച്ചുള്ള കളികളാണ്. ഇന്നലെ റഷ്യ ശരിക്കും ഉക്രൈൻ്റെ കാർക്കീവിലുള്ള ഡ്രോൺ ഡിസ്ട്രിബ്യൂഷൻ കേന്ദ്രം അത് അടിച്ച് തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. കാർക്കീവിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഡ്രോൺ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തുകൊണ്ടിരുന്നത്. സെൻട്രലൈസ്ഡ് ഡ്രോൺ ഡിസ്ട്രിബ്യൂഷൻ സെൻ്ററാണ് അറ്റാക്ക് ചെയ്ത് കളഞ്ഞത്. ഇത് ഉക്രൈൻ്റെ ഭാഗത്ത് വലിയൊരു വീഴ്ച തന്നെയാണ്. ആ രീതിയിലാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് M16 എന്ന് പറഞ്ഞ ഒരു സീക്രട്ട് ഇൻ്റലിജൻസ് ബ്യൂറോ ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണ്. അതായത് ISI തീവ്രവാദികൾ ഈ ഖാലിസ്ഥാനികളുമായിട്ട് ചേർന്നുകൊണ്ട് G7 കൂട്ടായ്മ നടക്കുന്ന സമയത്ത് അവിടെ എന്തോ ഒരു സംഭവം നടത്താൻ വേണ്ടി ഇരിക്കുകയാണ് എന്നുള്ളൊരു വാർത്തയും കൂടി വരുന്നുണ്ട്. M16 എന്ന് പറഞ്ഞ ഒരു സീക്രട്ട് ഇൻ്റലിജൻസ് ബ്യൂറോ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ്. ഇപ്പം ഇലോൺ മസ്കും ട്രംപും തമ്മിലുള്ള തർക്കം മുറുകയാണ്. ഇത് മുറുകി ഏത് അവസ്ഥയിൽ പോകുമെന്ന് പറഞ്ഞാൽ, ഇലോൺ മസ്ക് ശരിക്കും പറഞ്ഞ റിപ്പബ്ലിക്കൻ പാർട്ടി അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത ഒരു കമ്മിറ്റിയാണ് ഡോജ്. അപ്പോൾ ഈ ഒരു ഡോജ് കമ്മിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങിയതോടുകൂടി റിപ്പബ്ലിക്കൻ പാർട്ടിയുമായിട്ടുള്ളൊരു ബന്ധം ഞാൻ നിർത്തുന്നു എന്ന് പൊതുവിൽ പറയാൻ ശ്രമിച്ചത് കൊണ്ടാണ് ഈ റിപ്പബ്ലിക്കൻ പാർട്ടിക്കെതിരെയുള്ള 2-3 കമൻറ്റുകൾ പാസ്സാക്കിയത്. അത് പാസ്സാക്കിയത് വേറെ ഒന്നും കൊണ്ടല്ല, ഒരു പബ്ലിക് ഇമേജ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണ് ശരിക്കും ഒരു ബിസിനസ് മാൻ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ പുള്ളി കാണിച്ച ചില പരിപാടിയാണ്. അതായത് ഈ ഡോജിൽ നിന്ന് ഇറങ്ങി മിണ്ടാതെ അവിടെ ഇരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ അങ്ങനെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കെതിരെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകൾ ശരിക്കും ട്രംപിന് കൊണ്ടിട്ടുണ്ട്. ഈ ഡോജുമായിട്ട് ബന്ധപ്പെട്ട നെക്സ്റ്റ് ലെവൽ മീറ്റിംഗ് പങ്കെടുക്കാനിരിക്കെയാണ് ഡൊണാൾഡ് ട്രംപ് ഈ ഒരു വിയോജിപ്പ് ഇലോൺ മസ്കുമായിട്ടുള്ള വിയോജിപ്പ് തുറന്നു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ മസ്കിൻ്റെ ഈ ആസ്ഥാനത്തുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ, അതായത് റിപ്പബ്ലിക്കൻ പാർട്ടിക്കെതിരെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ, ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങളാണ് ശരിക്കും ട്രംപിന് കൊണ്ടത്. അപ്പോൾ എന്തായാലും അടുത്ത ഡോജ് മീറ്റിങ്ങിൽ മസ്ക് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് വിലയിരുത്തുന്നത്. അപ്പോൾ ഇതിനെ തുടർന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോസ്കോയിൽ ട്രംപിൻ്റെ ഫാദർ മോസ്കോ സന്ദർശിക്കുകയും മോസ്കോയിൽ ഒരു പബ്ലിക് മീറ്റിങ്ങിൽ ഒരു സ്പീച്ചിൽ, അത് ബിസിനസ് ഫോറത്തിലാണ് പങ്കെടുക്കാൻ പോയത്, ആ ഒരു സ്പീച്ച് കൊടുത്തതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും ഇത് അമേരിക്കയ്ക്കുള്ളിൽ ചെറിയൊരു വിയോജിപ്പ്, അമേരിക്കയ്ക്കുള്ളിൽ എന്ന് പറഞ്ഞാൽ റിപ്പബ്ലിക്കൻസ്, അതായത് ഇലോൺ മസ്കിനെ ഏത് നേരത്തും മോസ്കോയിൽ വന്നൊരു ബിസിനസ് തുടങ്ങാം എന്നുള്ള രീതിയിൽ മോസ്കോ വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ആണ് എലോൺ മസ്കിന് കൊടുത്തിരിക്കുന്നത്. സെലൻസ്കിയുടെ അടുത്ത വിഷമം എന്താണെന്ന് പറഞ്ഞാൽ, സെലൻസ്കി സങ്കടപ്പെട്ടിരിക്കുന്നത് ബൈഡന്റെ ടൈമിൽ ഒരുപാട് ആയുധങ്ങളൊക്കെ അമേരിക്ക നമുക്ക് തന്നുകൊണ്ടിരുന്നതാണ്, നമ്മളത് തുടരെ കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് ഡൊണാൾഡ് ട്രംപ് വന്നിട്ട് എൻ്റെ വിഷമം, ഉക്രൈൻ്റെ പെയിൻ മനസ്സിലാക്കാതെ ആയുധങ്ങൾ അമേരിക്ക ഉക്രൈന് നൽകുന്നത് നിർത്തിവെച്ചത്. അത് വളരെ സങ്കടകരമായ വിഷമകരമായ കാര്യമാണെന്നാണ് സെലൻസ്കി തുറന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ട്രംപ് സെലൻസ്കിയുടെ വിഷമം മനസ്സിലാക്കുന്നില്ല എന്നാണ് പരാതി. ഈ സെലൻസ്കി പറഞ്ഞു വെച്ചത് എഗ്രിമെൻ്റ് പ്രകാരം അമേരിക്ക ഞങ്ങൾക്ക് ഒരുപാട് ആയുധങ്ങൾ ഇനി തരാനുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനുമായിട്ട് ഈ ഒരു എഗ്രിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപും സെലൻസ്കിയും ആദ്യം വൈറ്റ് ഹൗസിലിരുന്ന് സംസാരിച്ച സമയത്ത് തന്നെ പറഞ്ഞിരുന്നത്, ഞങ്ങൾ ഏതാണ്ട് 500 ബില്യണോളം പൈസ തന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ട്രംപ് പറയുമ്പോഴത്തേക്കും, അതൊക്കെ നിങ്ങൾ ഫ്രീ ആയിട്ടല്ലേ തന്നത്,
യുദ്ധം നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു രീതിയിലുള്ള ലോണോ അങ്ങനെയൊന്നല്ലോ തന്നത്. ഇത് ശരിക്കും ഒരു എയ്ഡ് കണക്കാണ് കണക്കാക്കിയത് എന്നാണ് സെലൻസ്കി പറഞ്ഞത്. അപ്പോൾ ടോട്ടലി അത് ഫ്രീ ആണ്. അപ്പോൾ ഫ്രീ ആയിട്ട് പൈസ കൊടുത്തു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഫ്രീ ആയിട്ട് വെച്ച എഗ്രിമെന്റ് ഏത് നേരത്ത് വേണമെങ്കിലും ക്യാൻസൽ ആക്കാം എന്ന് ട്രംപിനും പറയാനുള്ള റൈറ്റ്സ് അവിടെ വരുന്നുണ്ട്. പിന്നെ അതിലുപരിയായിട്ട് ട്രംപ് ഈ യുദ്ധം നിർത്തണം എന്ന് പറഞ്ഞിട്ട് രണ്ട് സൈഡിലും പ്രഷർ ഇട്ടുകൊണ്ട് റഷ്യയെ ഒരു സൈഡിൽ സെക്കൻഡറി സാങ്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ട് ഒരു സൈഡിൽ നിർത്തുകയും ഉക്രൈനിലെ ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നത് നിർത്തിവെച്ചുകൊണ്ട്, കാരണം അമേരിക്കയുടെ ഉള്ളിൽ തന്നെ അവരുടെ ഫോറിൻ പോളിസിയിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. പുതിയ ഗവൺമെന്റ് വന്നപ്പോഴത്തേക്കും മിലിറ്ററി എക്സ്പെൻഡിച്ചറൊക്കെ കുറയ്ക്കാനുള്ള നടപടിയൊക്കെ അവർ എടുത്തുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഉക്രൈൻ്റെ ആയുധങ്ങളൊക്കെ അവർ നിർത്തിയത്. അപ്പോൾ ഇതൊക്കെ അറിയാവുന്ന സെലൻസ്കി തന്നെയാണ് ഈ രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ എന്നിരുന്നാലും ഒരു വിഷയം കൂടി ഇതിനകത്ത് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ബോറിസ് ജോൺസൺ പറഞ്ഞിരിക്കുന്നത് ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ സെലൻസ്കിയെ വിളിച്ചതാണ്, റഷ്യയുമായിട്ട് ഞാൻ മീഡിയേഷൻ ചെയ്യാം, എൻ്റെ നേതൃത്വത്തിൽ ഈ യുദ്ധം അവസാനിപ്പിച്ചു തരാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ അന്ന് അമേരിക്കയുടെ സപ്പോർട്ടോടുകൂടി ബൈഡന്റെ ഗവൺമെന്റിന് തലയാട്ടിക്കൊണ്ടിരുന്ന, പാവയായിട്ട് കളിച്ചുകൊണ്ടിരുന്ന സെലൻസ്കിക്ക് അത് അന്ന് കോമാളിത്തരമായിട്ട് തോന്നി. അന്ന് തോന്നിയതാണ് ഇന്നും തുടരുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് അന്ന് ബോറിസ് ജോൺസൺ വിളിച്ചതാണ് ഈ ഒരു യുദ്ധം അവസാനിപ്പിച്ചു തരാമെന്ന്. അന്ന് കേൾക്കാത്തത് കൊണ്ടാണ് അതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സെലൻസ്കി. അന്നേ പോയി ആ ഒരു യുദ്ധം അവസാനിപ്പിക്കായിരുന്നു. ഇതൊക്കെ തന്നെയാണ് ഉക്രൈനിലെ സെലൻസ്കിയെ കോമാളി എന്ന ആൾക്കാർ വിളിക്കാനുള്ള കാരണം. അന്ന് ഒപ്പം നിന്ന് അമേരിക്ക പിന്നീട് തേയിച്ചു. അത്രയാണ് സംഭവിച്ചത്. വളരെ സിമ്പിളാണ്. തേയിച്ചപ്പോഴെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പുള്ളിക്ക് ഡയറക്റ്റ് ആയിട്ട് റഷ്യയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാമായിരുന്നു. ഓക്കെ, നമ്മളോട് നിന്ന് അമേരിക്ക, ഇത്രയും നാളും നമ്മളെ സപ്പോർട്ട് ചെയ്തിരുന്ന അമേരിക്ക ഇരട്ടത്തപ്പ് കാണിച്ചു. പിന്നെ എന്തിനാണ് അവരുടെ മീഡിയേഷൻ? അവരെ മാറ്റി നിർത്തിക്കൊണ്ട് നേരിട്ട് മീഡിയേറ്റ് ചെയ്തൂടെ? എത്രയോ രാജ്യങ്ങളുണ്ട്. അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് റഷ്യയുമായിട്ട് ഡയറക്റ്റ് സംസാരിച്ച് ഫേസ് ടു ഫേസ് ടോക്കിലൂടെ ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കേണ്ടതായിരുന്നു. പക്ഷേ നട്ടലില്ലാത്ത ഉക്രൈനിലെ സെലൻസ്കി അത് ചെയ്തില്ല, അതിന് തുനിഞ്ഞില്ല. വീണ്ടും അമേരിക്കയുടെ മൂടും താങ്ങി നിന്നതുകൊണ്ടാണ് ഈ യുദ്ധം ഇതുപോലെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. റഷ്യയുടെ പുതിയ ടാക്ടിക്സ് എന്താണെന്ന് പറഞ്ഞാൽ, ഉക്രൈനിൽ ശരിക്കും പറഞ്ഞാൽ ഇതുവരെ മരണപ്പെട്ട ആർമി ഉദ്യോഗസ്ഥർക്ക് ഏതാണ്ട് 2 ബില്യണോളം നഷ്ടപരിഹാരം കൊടുക്കാനുണ്ട്. എക്സ്പെൻസീവ് ആയിട്ടുള്ള സെറ്റിൽമെന്റ് ആണ് അവിടെ കൊടുക്കാനുള്ളത്. ഏതാണ്ട് ഇന്ത്യൻ മണി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രാഥമികമായിട്ട് പ്രൈമറിലി സെറ്റിൽ ചെയ്യേണ്ടത് 2 കോടിയോളം വരും. അപ്പോൾ അത്രയും എമൗണ്ട് പ്ലസ് അവരുടെ ആനുകൂല്യങ്ങൾ, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട പെൻഷൻ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് അവരുടെ സർവീസിലുള്ള, അവരുടെ ആക്ച്വൽ സർവീസിനുള്ള ആ ഒരു എൻഡ് സർവീസ് ബെനിഫിറ്റ് ഇതെല്ലാം കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇപ്പൊ റഷ്യയുടെ കയ്യിൽ 6000 ഉക്രൈൻ സോൾജേഴ്സിന്റെ ബോഡി ഉണ്ട്. അപ്പൊ അത് റഷ്യ വിട്ടുതരാൻ തയ്യാറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ ഉക്രൈന് ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയും ഇന്നലെ വൈകുന്നേരം തന്നെ ഏതാണ്ട് 1800 ബോഡിയുമായിട്ട് ഈ ട്രക്ക് ഉക്രൈന്റെ ബോർഡറിൽ വന്ന് കാത്തു കിടക്കുകയാണ്. പക്ഷേ ഉക്രൈന്റെ സൈഡിൽ നിന്ന് ആരും അത് പോവുകയോ ഏറ്റെടുക്കുകയോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയങ്ങളും ഇടപെടുകയോ ചെയ്തിട്ടില്ല. ഇപ്പൊ ഇന്ന് പുതിയതായിട്ട് അനൗൺസ്മെന്റ് പറഞ്ഞിരിക്കുന്നത്, അതായത് ഞങ്ങൾക്ക് ഒരു റൗണ്ട് ചർച്ച കൂടി നടത്തേണ്ടി വരും ഇസ്താൻബുളിൽ വെച്ചിട്ട്, 1 മോർ ടോക്ക് നടത്തിയിട്ട് ഞങ്ങൾ ഈ ബോഡീസിനെ ഏറ്റെടുക്കാമെന്നാണ് ഉക്രൈൻ്റെ ഇപ്പോഴത്തെ ഒരു ന്യായവാദം. അതെ, നിങ്ങൾ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളുടെ സോൾജേഴ്സിന്റെ ബോഡീസ് അവരുടെ പക്കലുണ്ട്, അവർ ഇതുവരെ ഞങ്ങൾക്ക് കൈമാറിയിട്ടില്ല എന്നുള്ള ക്ലെയിം ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സെലൻസ്കി ഇപ്പൊ ഇത് പേടിക്കാനുള്ള ഒരു മാനസികാവസ്ഥ കാണിക്കുന്നില്ല. കാരണം വേറെ ഒന്നുമില്ല, ഈ 6000 പേര്, ഇപ്പൊ 1800 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 6000 പേരുടെയും ബോഡി റഷ്യ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉക്രൈന് ഈ ഒരു 6000 പേർക്കുള്ള സെറ്റിൽമെന്റ് കണ്ടെത്തേണ്ടി വരും. ഇത് ശരിക്കും ആ രാജ്യത്തുണ്ടാക്കുന്ന ക്ഷീണം ചെറുതല്ല. അതുകൊണ്ട് തന്നെ ഉക്രൈനിലെ സെലൻസ്കി ഇത് തിരസ്കരിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് ഉക്രൈന്റെ ഉള്ളിലെ പൊളിറ്റിക്കൽ പാർട്ടി, ഓപ്പോസിറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇതിനെയൊക്കെ ഏറ്റെടുത്ത് ഇപ്പോൾ സംസാരം തുടങ്ങിയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഉക്രൈന്റെ ഉള്ളിൽ ഒരു ക്ലാഷ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, പൊളിറ്റിക്കൽ റൈവലറി. അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇപ്പോൾ ഒരു 6000 പേര് മേടിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് മിനിമം 2 കോടി വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോണം. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോഴത്തേക്കും ഒരു ഭീമമായ തുക സെറ്റിൽമെന്റ് കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഉക്രൈൻ തള്ളപ്പെടും. അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വൻ പരാജയമായി തീരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് മനഃപൂർവ്വം ഉക്രൈനിൽ സെലൻസ്കി ഇപ്പൊ റഷ്യ എത്ര നാൾ വേണമെങ്കിലും ഇത് വെച്ചോട്ടെ, ഇല്ലെങ്കിൽ നമ്മൾ ഇത് ക്ലെയിം ചെയ്യാതെ തന്നെ മുന്നോട്ട് പോയാലോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നത്. നോക്കിക്കോണേ. അപ്പൊ ഇത് ഇപ്പൊ യുക്രൈന്റെ ഫ്രണ്ട് ലൈനിൽ പൊരുതിക്കൊണ്ടിരിക്കുന്ന സോൾജേഴ്സിന്റെ ഒക്കെ മാനസികാവസ്ഥ എന്തായിരിക്കും ഈ സെലൻസ്കി കാണിക്കുന്ന ഒരു പരിപാടി? ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വീഴ്ചകളാണ്. അത് കപ്പാസിറ്റി ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ രീതിക്ക് മുന്നോട്ട് പോയി നെഗോസിയേഷൻ, ഒരു പക്കാ നെഗോസിയേഷനിലേക്ക് മുന്നോട്ട് പോയി. ഇസ്താൻബുളിൽ ഒരു നെഗോസിയേഷൻ നടത്തിയതല്ലേ, എന്താണ് അവിടെ പ്രശ്നം? അതായത് എന്താണ് നമ്മുടെ കപ്പാസിറ്റി എന്ന് അറിഞ്ഞുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ പണി പാളും. ഇപ്പൊ പണി പാളിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. 1-2 ആക്രമണങ്ങളൊക്കെ വളരെ ഇതായിട്ട് നടത്തുന്നുണ്ട്. ഇപ്പോൾ ഓപ്പറേഷൻ സ്പൈഡർ ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആക്രമണമാണ്. അത് നമ്മൾ ഓൾറെഡി റിവീൽ ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെ സപ്പോർട്ടോട് കൂടിയാണ് അത് നടത്തിയത്. അല്ലാന്നുണ്ടെങ്കിൽ അത് നടത്താൻ കഴിയില്ല.
അപ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ട് ചില നിർണായകമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നു എന്നുള്ളതിലുപരിയായിട്ട് ഉക്രൈൻ ഒരു നേട്ടവും ഇതിനകത്ത് ഉണ്ടായില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കിം ജോങ് ഉൻ, അതായത് നോർത്ത് കൊറിയയിലെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പട്ടാളക്കാർ മരണപ്പെട്ട് കഴിഞ്ഞാൽ കിം ജോങ് ഉൻ വീട്ടുകാരെ അറിയിക്കും അത്രേ. വീട്ടുകാരെ വിളിച്ചറിയിക്കും, വീട്ടുകാരെ വിളിച്ച് വരുത്തും. എന്നിട്ട് അവരുടെ നേരിട്ട് പറയും നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോയ ആൾ ഇതേപോലെ യുദ്ധത്തിൽ മരണപ്പെട്ടിരിക്കുകയാണ്. അതും റഷ്യയ്ക്ക് വേണ്ടി പൊരുതുമ്പം ഉക്രൈനിൽ വെച്ച് മരണപ്പെട്ടാലും പുള്ളി ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ശൈലിയാണ് പുള്ളിക്കുള്ളത്. അപ്പോൾ പറയുന്ന സമയത്ത് കരയാൻ പാടില്ല, വീട്ടുകാർ കരയാൻ പാടില്ല, വീട്ടുകാർ കരയാൻ പാടില്ല. കരഞ്ഞു കഴിഞ്ഞാൽ വൻ പ്രശ്നമാണ് അവിടെ. അതായത് നിങ്ങൾ വേദന സഹിച്ചോണം, അല്ലാതെ ഇവിടെ കരയരുത്. രാജ്യത്തിന് വേണ്ടിയിട്ടാണ് മരണപ്പെട്ടിരിക്കുന്നത്. ആ രീതിയിൽ പുള്ളി വാൺ ചെയ്താണ് ആ ഫാമിലി അയക്കുന്നത്. മരണവാർത്ത കുടുംബത്തിലുള്ള ഒരാൾ, മകനോ ഒരു വീട്ടിലെ മകനോ ഭർത്താവോ ആരെങ്കിലുമൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരണവാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു സങ്കട വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്തുന്ന കിം ജോങ് ഉൻ ഫോളോ ചെയ്യുന്ന പോളിസി ഇതാണെന്നാണ് പൊതുവിൽ നമുക്ക് വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പം അതേ ഒരു സാഹചര്യമാണോ ഇവിടെ എന്ന് ചോദിച്ചാൽ അതിനേക്കാളും വേഴ്സ് സിറ്റുവേഷൻ ആണ് സെലൻസ്കി ഫോളോ ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഈ മൃതശരീരങ്ങളെ പുള്ളി ഏറ്റുവാങ്ങാൻ തയ്യാറാകുന്നില്ല. അപ്പം അതുകൊണ്ട് ഇത്രയും നേരം ഫ്യൂവൽ കത്തിച്ചുകൊണ്ട് ഫ്രീസിംഗ് പോയിന്റ് ഉള്ള എയർ കണ്ടീഷണർ കണ്ടെയ്നറിലാണ് ഈ ശരീരങ്ങളൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ ഇപ്പം റഷ്യ ചെയ്തിരിക്കുന്നത് അത് തന്നെ, അതിൻ്റെ ഫ്യൂവലും കാര്യങ്ങളൊക്കെ തീർന്ന് ഇപ്പം ഏതാണ്ട് ആ ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് വെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ട്രക്കുകളുടെയൊക്കെ. അപ്പോൾ ഇപ്പോൾ തുറന്നു വെച്ചിരിക്കുകയാണ്. തുറന്നു വെച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു സൈഡിലുള്ള ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 20 ഡിഗ്രിയാണ്. അപ്പോൾ ഓൾറെഡി തന്നെ ഈ ഒരു 20 ഡിഗ്രി നോർമൽ, അതായത് 20 ഡിഗ്രിയിൽ ഈ ശരീരങ്ങൾ ശരിക്കും പറഞ്ഞാൽ വേറൊരു അവസ്ഥയിലേക്ക് മാറും. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ സെലൻസ്കി എത്രയും വേഗം നടപടിയെടുത്ത് ഈ ഉക്രൈൻ സോൾജേഴ്സിന്റെ ശരീരങ്ങൾ റിസീവ് ചെയ്യാൻ തയ്യാറാവണമെന്നാണ് ഇപ്പോൾ ഉക്രൈൻ്റെ ഉള്ളിൽ നടക്കുന്ന പൊളിറ്റിക്കൽ പ്രഷർ. ഇത്രയും നാളും ഇസ്രായേലും അമേരിക്കയും പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ ഇറാനെ അറ്റാക്ക് ചെയ്യും, ഞങ്ങളിതാ റെഡിയായിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ചില ഭീഷണികളൊക്കെയാണ് ഇറാൻ്റെ മേളിൽ ഒരു പ്രഷർ എന്നുള്ള രീതിയിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇസ്രായേൽ കുറച്ചുകൂടെ ടാർഗറ്റീവായിട്ടുള്ള മിഷൻ നടത്താൻ വേണ്ടി തന്നെയാണ് ഇരുന്നത്. ഇറാൻ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ, നിങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ, നിങ്ങൾ വരൂ നമുക്ക് അടിച്ചു തീർക്കാമെന്നാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം വേറെ ഒന്നുമില്ല, ഇസ്രായേലിൻ്റെ A to Z രഹസ്യ താവളങ്ങൾ എന്തൊക്കെയുണ്ടോ, അത് ന്യൂക്ലിയർ ആയുധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമല്ല, ഏത് രീതിയിലുള്ള വിഷയങ്ങളായാലും അവരുടെ കയ്യിലുള്ള കംപ്ലീറ്റ് രഹസ്യങ്ങളും പബ്ലിക് ഡൊമൈനിൽ ലീക്ക് ചെയ്യാൻ തയ്യാറാണെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് ഏത് തരത്തിലുള്ള ഡേറ്റയാണ്, എന്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണെന്നൊന്നും ഇതുവരെ ആർക്കും തന്നെ മനസ്സിലായിട്ടില്ല. ഇനി എന്ത് തരത്തിലുള്ള ഡേറ്റ ആയാലും ശരി തന്നെ ഇസ്രായേലും ഇറാനും ഒരു ക്ലാഷിലേക്ക് വളരെയധികം താമസിയാതെ തന്നെ എത്തിച്ചേരുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഫിൻലാൻഡിൻ്റെ പ്രൈം മിനിസ്റ്റർ പൊതുവേ വളരെ സമാധാന പ്രിയനാണ്. അങ്ങനെ വലിയ ഹാർഷായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും പറയാറില്ല. ഫിൻലാൻഡിൻ്റെ നിലപാടെന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെതിരെയും പാലസ്തീനെ അനുകൂലിച്ചുമാണ് നിലപാട്. ഡിമിട്രി ഓർപ്പോ എന്ന് പറഞ്ഞ ഫിൻലാൻഡിൻ്റെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓൾറെഡി തന്നെ, അതായത് നാറ്റോ, യൂറോപ്യൻ യൂണിയൻ മുതലായ രാജ്യങ്ങൾ ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ പെട്ട് വളരെ ബുദ്ധിമുട്ടി മുന്നോട്ട് നീങ്ങുന്ന ഒരു സാഹചര്യത്തിൽ ട്രംപിൻ്റെ താരിഫ്, യൂറോപ്യൻ യൂണിയൻ്റെ മേളിലായിക്കോട്ടെ അതേപോലെ ഈ രാജ്യങ്ങളുടെ മേളിലൊക്കെ നടത്തുന്ന താരിഫ് ശരിക്കും പറഞ്ഞാൽ വളരെ പെയിൻഫുള്ളാണ് പറഞ്ഞിട്ട് US-ൻ്റെ ട്രംപിൻ്റെ ഈ ഒരു താരിഫ് പോളിസിയെ കൺടെംപ്റ്റ് ചെയ്ത് സംസാരിച്ചിരിക്കുകയാണ്. താരിഫൊക്കെ ഇറങ്ങിയിട്ട് ഒരുപാട് നാളായി. ഇന്നാണ് താരിഫിനെ കുറിച്ചുള്ള ഒരു അവയർനെസ്സിലേക്ക് എത്തിയതെന്ന് തോന്നുന്നു. അപ്പോൾ കുറച്ച് ഡിലേ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും പുള്ളി താരിഫിനെ കൺടെംപ്റ്റ് ചെയ്താണ് സംസാരിച്ചത്. അതിലുപരിയായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഫിൻലാൻഡ് ഏതാണ്ട് 5% അവരുടെ GDP-യിൽ നിന്നും ഡിഫൻസിലേക്ക് അവർ അലോക്കേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു വാർത്തയും കൂടി പുള്ളി പറഞ്ഞിട്ടുണ്ട്. അതായത് 5% എന്ന് പറഞ്ഞാൽ വളരെ ഭീമമായ ഒരു എമൗണ്ടാണ്. അത് വേൾഡിൽ തന്നെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ 1ാം സ്ഥാനത്ത് ഇടം പിടിച്ചിരിക്കുന്ന ഫിൻലാൻഡ്, തുടരെ ഇടം പിടിക്കുന്ന ഫിൻലാൻഡ് 5% ഡിഫൻസിന് വേണ്ടിയിട്ട് ഒതുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഗ്ലോബൽ ഹാപ്പിനെസ്സും ഈ 5% ഡിഫൻസും കൂടി ഒന്ന് ടാലി ചെയ്യേണ്ടതുണ്ട്. അതാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട വിഷയം. നമ്മൾ പണ്ട് ഈ ഒരു സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് ജയിലുകളൊക്കെ അടച്ചു പൂട്ടുന്നു, ജയിലുകളിൽ അന്തേവാസികളില്ല, പള്ളികളൊക്കെ അടച്ചു പൂട്ടുന്നു, പള്ളി സന്ദർശിക്കാൻ ആളില്ല, ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇനിയിപ്പോൾ കൂടുതൽ ജയിലുകൾ ഓപ്പൺ ആവും, അതുപോലെ തന്നെ ഡിഫൻസ് ഏറ്റവും കൂടുതൽ ശക്തിപ്പെടും. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളിലോട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ ഹാപ്പിനെസ് ഇൻഡെക്സ് അവിടെ തന്നെ നിൽക്കുമോ, ഇനി അത് ചാഞ്ചാടുമോ എന്നുള്ളത് ഇനിയിപ്പോൾ കണ്ടറിയണം. പോളണ്ടിൽ പുതിയതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പ്രൈം മിനിസ്റ്റർ നൗറോസ്കി പറഞ്ഞിരിക്കുന്നത്, പുള്ളി ട്രംപ് ഓൾറെഡി തന്നെ പുള്ളി അനുകൂലിച്ചതാണല്ലോ, പുള്ളി വളരെ വ്യക്തമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, ട്രംപിന്റെ സെയിം സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പൊസിഷനിൽ ഇരിക്കുന്നത് വരെ, എൻ്റെ പാർട്ടി ഭരിക്കുന്നത് വരെ ഉക്രൈനിന് നാറ്റോ എൻട്രി അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ലാന്ന്
അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെ അങ്ങ് പറഞ്ഞിരിക്കുകയാണ്, വെട്ടി തുറന്ന് പറഞ്ഞിരിക്കുകയാണ് പോളണ്ട്. ആരും തന്നെ ആയുധം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഉക്രൈനിൽ സെലൻസ്കി വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വന്നിട്ട് പറയാണ്, ഞാൻ സ്പെഷ്യലായിട്ട് ഡ്രോൺ മാനുഫാക്ചറിങ് ചെയ്യാൻ പോവാണ്. അത് ഡ്രോൺ മാനുഫാക്ചറിങ് ചെയ്യാൻ പോവാണ്, ഇനി വേണം ഉൽപ്പാദിപ്പിക്കാൻ, ഉക്രൈനു വേണ്ടി മാത്രം സ്പെഷ്യലൈസ്ഡ് ഡ്രോൺ ഫോർ ഉക്രൈൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉക്രൈൻ ഇതിൽ വളരെ ഹാപ്പിയാണ്. അറ്റ്ലീസ്റ്റ് മാക്രോൺ എങ്കിലും പറഞ്ഞല്ലോ ഡ്രോൺ ഉൽപ്പാദിപ്പിച്ചു കൊടുക്കാന്ന്. കാരണം മൊത്തത്തിലുള്ള ഡ്രോൺ മൊത്തം റഷ്യ ഇന്നലെ റഷ്യ കാർക്കീവിലുള്ള ഡ്രോൺ ഫാക്ടറി അറ്റാക്ക് ചെയ്ത് കളഞ്ഞ് മൊത്തത്തിൽ നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. പല സ്ഥലങ്ങളിൽ നിന്നും ഡ്രോണുകൾ അവിടെ ഉക്രൈനിനുള്ളിൽ ഇറക്കുമതി ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഫ്രാൻസിലെ മാക്രോനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രാൻസിന്റെ എയർ ഡിഫൻസ് സിസ്റ്റം കൊണ്ട് റഷ്യയുടെ 3 ബാലിസ്റ്റിക് സിക്കന്ദർ മിസൈൽ ഞങ്ങൾ അറ്റാക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ മാക്രോൺ വളരെ ഹാപ്പിയാണ്. കാരണം മാക്രോണിന്റെ ആ ഒരു എയർ ഡിഫൻസ് സിസ്റ്റത്തിന് അതിന്റെയൊക്കെ മാർക്കറ്റ് വാല്യൂ ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഫ്രാൻസിനായാലും ആർക്കായാലും മാർക്കറ്റ് വാല്യൂ. അപ്പൊ അതായത് ഒരു ഫ്രീ ആഡ് ആണ്. ഡിഫൻസ് മേഖലയ്ക്ക് വേണ്ടി മാനുഫാക്ചറിങ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ തീർച്ചയായിട്ടും നമുക്ക് ടി വിയിലിട്ടൊക്കെ പരസ്യം ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ യുദ്ധമേഖലയിലാണ് ഇതിന്റെ പരസ്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ അതുപോലെ ഇപ്പൊ പരസ്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജർമ്മനിയുടെ IRSTC എന്ന് പറഞ്ഞ ആ ഒരു എയർ ഡിഫൻസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ തന്നെ ചെയ്ത് ഉക്രൈൻ പുറത്തിറക്കിയിട്ടുണ്ട്. ഇതാണ് പരസ്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുപോലെ ഇപ്പം ഫ്രാൻസിനെയും പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. UK ഡ്രോൺ സിസ്റ്റം ഒക്കെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഫിൻലാൻഡ് 5% ഡിഫൻസിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യുന്നത് പറഞ്ഞല്ലോ ബഡ്ജറ്റിൽ. അതുപോലെ ഇപ്പൊ നമ്മൾ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യൻ ഡിഫൻസിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ 6,81,210 കോടിയാണ് ഇന്ത്യ അലോക്കേറ്റ് ചെയ്യുന്നത് ഡിഫൻസ് ബഡ്ജറ്റായിട്ട്. ഇത് ശരിക്കും ഇന്ത്യൻ GDPയിൽ 1.9% മാത്രമാണ്. അപ്പോൾ 5% നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഡിഫൻസ് മേഖല എങ്ങനെയായിരിക്കും എന്ന് ജസ്റ്റ് ഒന്ന് ഊഹിച്ച് നോക്കുക. ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി. അതാണ് നമുക്ക് പറയാനുള്ളത് ഇതിനകത്ത്. IAEA ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി ന്യൂക്ലിയർ എനർജി പ്രോജക്റ്റുകൾ ഇവർ ആഗോളതലത്തിൽ തന്നെ പല രാജ്യങ്ങളും സന്ദർശിച്ച് ഇത് വിസിറ്റ് ചെയ്ത് ഇതിൻ്റെ പരിശോധനകളൊക്കെ നടത്തി ആഗോളതലത്തിലുള്ള പോളിസീസ് ഒക്കെ ഇവർ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് റിപ്പോർട്ട് കൊടുക്കുന്ന സംഘടനയാണ്. ഇത് UN കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അപ്പോൾ ആ രീതിയിൽ ആഗോളതലത്തിൽ ഇവർ നടത്തിയ പരിശോധനകൾ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഇറാൻ ഒഴികെ 1895 ഇൻസ്പെക്ഷൻസ് IAEA നടത്തിയിട്ടുണ്ട് വിവിധ രാജ്യങ്ങളിലായി. മീൻസ് ഏതാണ്ട് 32 രാജ്യങ്ങളിലായിട്ടാണ് ഈ ഒരു 1895 ഇൻസ്പെക്ഷൻ ഇവർ നടത്തിയത്. പക്ഷെ അതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇറാനിൽ മാത്രം 1260 ഇൻസ്പെക്ഷൻ നടത്തിയിട്ടുണ്ട്. ഇറാനിൽ മാത്രം 1260. എന്തുകൊണ്ടാണ് മറ്റുള്ള 32 രാജ്യങ്ങളും കൂടെ ചേർത്തിട്ട് 1895ഉം ഇറാനിൽ മാത്രം 1260 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊറ്റ ചോദ്യമേ ഉള്ളൂ, അതിൻ്റെ പുറകിലിരിക്കുന്ന അമേരിക്കയുടെ കളി. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. യൂറോപ്പ് മേഖലയിലുള്ള അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ ഒക്കെ പ്രഷർ ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇന്ന് IAEAയുടെ തലപ്പത്തിരിക്കുന്ന ആൾ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഒളിപ്പിക്കാൻ വയ്യ, ഞാൻ അതുകൊണ്ട് തുറന്നു പറയുകയാണ്, ഇറാന്റെ ഉള്ളിൽ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഇനി എവിടെയൊക്കെ അവർ ആയുധങ്ങൾ വെച്ചിട്ടുണ്ടെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ഒരു പിടുത്തവുമില്ല. ഏതാണ്ട് 24 എണ്ണം ചെറിയ തോതിലുള്ള ആയുധങ്ങൾ കണ്ടെത്തിയതായിട്ട് IAEA ഇതിനു മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിലാണ് വെളിപ്പെടുത്തൽ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇറാനെ ഏത് അവസ്ഥയിൽ എത്തിക്കുന്നു എന്നുള്ളത് മനസ്സിലായല്ലോ. ഇറാനെ ഏത് മൊമെന്റിലും അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പൺ ഗ്രൗണ്ട് ആയിട്ട് മാറ്റി തീർക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടു വരുന്നത്. ഗ്ലോബലി എന്ന് പറയുന്നതിനേക്കാളും അമേരിക്ക അതാണ് ഉദ്ദേശിക്കുന്നത്. അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയിൽ നടക്കുന്ന കലാപത്തെക്കുറിച്ച് ഒരു വാർത്ത ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോസ് ഏഞ്ചൽസിലാണ് ഈ ഒരു ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തി, അയാളെ ഡീപ്പോർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അയാൾ വളരെ ലീഗലായിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അപ്പം അങ്ങനെ ലീഗലായിട്ടുള്ള ഒരു പേഴ്സണെ ഡിയാഗോ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ ഇവർ നാട് കടത്തിയിട്ട് ഇവരുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഇവിടെ നിന്ന് പ്രഷർ ഇട്ട് എന്ത് തരത്തിലുള്ള ആരോപണമാണെന്നുള്ളതിനെ കുറിച്ചുള്ള അന്വേഷണമൊക്കെ നടത്തിയ സ്ഥിതിയിൽ ഇതിനകത്തൊരു കഴമ്പുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഡിയാഗോ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ തിരിച്ച് അമേരിക്കയിലേക്ക് തന്നെ കൊണ്ടുവന്ന്, പക്ഷെ കൊണ്ടുവന്നിട്ടും അവരെ ആ ഒരു ഡിയാഗോ എന്ന് പറഞ്ഞ വ്യക്തിയെ റിലീസ് ചെയ്തിട്ടില്ല. അയാളുടെ പേരിൽ വീണ്ടും മരുന്ന് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല കേസുകളും ഇട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതായത് ഗവൺമെന്റിന് ഒരു അബദ്ധം പറ്റി, ആ അബദ്ധം ഓപ്പൺ ആയിട്ട് തിരുത്താൻ തയ്യാറാകുന്നില്ല. അതാണ് സംഭവം. വീണ്ടും ആ ഒരു വ്യക്തിയെ പിടിച്ചിട്ട് ജയിലിലിട്ട് ഡീറ്റെയിൻ ചെയ്ത് പല രീതിയിലുള്ള ഉപദ്രവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ലോസ് ഏഞ്ചൽസിലാണ് ഈ ഒരു ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഇമിഗ്രന്റുകൾ കംപ്ലീറ്റ് ഈ ഒരു പ്രശ്നത്തിലേക്ക് തുടക്കം കുറിച്ചത്. അങ്ങനെ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടുകയും, ഈ കലാപം പൊട്ടിപ്പുറപ്പെട്ടു കഴിഞ്ഞാൽ ഇവർ ആദ്യമേ ചെയ്യുന്നത് ഷോപ്പുകൾ കൊള്ളയടിക്കുക എന്നുള്ളതാണ്. അമേരിക്കയിൽ സാധനങ്ങൾക്കൊക്കെ നല്ല വിലയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ ഷോപ്പുകൾ അടിച്ച് പൊട്ടിക്കുക, എല്ലാ ചില്ല് ഗ്ലാസുകളും പൊട്ടിച്ചകത്ത് കയറുക, കംപ്ലീറ്റ് സാമഗ്രികളും മോഷ്ടിച്ചുകൊണ്ട് പോവുക. മോഷണം ഒരു പ്രധാനപ്പെട്ട കലയാണ് അമേരിക്കയുടെ ഉള്ളിൽ.
എന്തെങ്കിലും ഒരു കലാപം എന്ന് കേട്ടാൽ മതി, ആ സിറ്റിയിലുള്ള കംപ്ലീറ്റ് ഷോപ്പുകളും കൊള്ളയടിക്കപ്പെടും. ആ രീതിയിലുള്ള കൊള്ളക്കാരന്മാർ കംപ്ലീറ്റ് അവിടെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഒരു സൈഡിൽ ചിലപ്പം വിക്ടിംസ് ആയിട്ടുള്ള ആൾക്കാർ പല രീതിയിലുള്ള പ്രൊട്ടസ്റ്റുകളൊക്കെ നടത്തുമായിരിക്കും. പക്ഷേ മറ്റേ സൈഡിൽ കൊള്ളയടിക്കുന്നത് നല്ല രീതിയിൽ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതേ രീതിയിൽ ആ ഒരു കലാപം കാലിഫോർണിയയിലേക്ക് പടർന്നിട്ടുണ്ട്. അപ്പം ഇപ്പോൾ വീണ്ടും ന്യൂയോർക്ക് സിറ്റിയിലേക്ക് പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. ശരിക്കും ഈ ഒരു സാഹചര്യത്തിൽ ഈ റെഫ്യൂജികൾ അഥവാ അതുപോലെ തന്നെ ഈ ഒരു ഡീപ്പോർട്ടേഷൻ ഭീഷണി നേരിടുന്ന ഇമിഗ്രൻസ്, ഇവരെല്ലാം തന്നെ ഇല്ലീഗൽ ഇമിഗ്രൻസ്, ഇവരൊക്കെ തന്നെ തകൃതിയായിട്ട് ഈ ഒരു പ്രൊട്ടസ്റ്റിൽ പങ്കെടുക്കുന്നുണ്ട്, ഈ ഒരു കലാപത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പം അമേരിക്ക മൊത്തത്തിൽ ഇതൊന്ന് ആളിപ്പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശരിക്കും പറഞ്ഞാൽ അമേരിക്ക ഒരു ചെറിയ അൺസർട്ടനിറ്റിയിലാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ചെറിയ എന്ന് പറയുന്നതിനേക്കാളും നല്ലൊരു അൺസർട്ടനിറ്റി തന്നെയാണ് ഇപ്പം ഇത്രയും നാളും ഉണ്ടായത്. ട്രംപ് ഭരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ട്രംപ് ഭയങ്കര സമാധാനപ്രിയനായിട്ടൊക്കെ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് കസേരയിൽ കയറിയിരുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ആദ്യമായിട്ട് ഇതാ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ഇത് ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്കറിയത്തില്ല. ഒരു പക്ഷേ ഇത് ആളിക്കത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ കുറേ രാജ്യങ്ങളുടെ പേര് ഞാൻ പറയാം. ഇറാൻ, റഷ്യ, നോർത്ത് കൊറിയ, വെനിസുല, ക്യൂബ, ഇവരെല്ലാം മോശപ്പെട്ട രാജ്യങ്ങളാണ്. ഇവരെല്ലാം ബാഡ് കൺട്രീസ് ആണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. കേട്ടോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ല, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ബാഡ് കൺട്രീസ് ആണ്. ഇതിനകത്ത് 2 രാജ്യങ്ങളും കൂടെ ഉണ്ടായിരുന്നു. ഒന്ന് സിറിയ, പിന്നെ ഒന്ന് ഇറാഖ്. ഇപ്പോൾ ഇറാഖ് ഗുഡ് ലിസ്റ്റിൽ വന്നിരിക്കുകയാണ്, അതേപോലെ സിറിയ ഗുഡ് ലിസ്റ്റിൽ വന്നിരിക്കുകയാണ്. എന്താണ് സംഭവം വേറെ ഒന്നുമില്ല. അത് ആരടിച്ചാലും അമേരിക്കൻ സൈഡിലുള്ള ആരും അവരെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ കൂടുതൽ അങ്ങ് പ്രതികരിക്കാനൊന്നും പോകരുത്, അത്രേ ഉള്ളൂ. ജസ്റ്റ് അമേരിക്ക എടുത്ത് പോയിട്ടൊന്ന് വിഷമം പറയുക. അതായത് ഇസ്രായേൽ ഇതുപോലെ എല്ലാ ദിവസവും രാവിലെ സിറിയക്കുള്ളിൽ വന്നിട്ട് 2-3 സ്ഥലങ്ങളിൽ ബോംബിടുന്നുണ്ട്, അപ്പോൾ അത് നിങ്ങളൊന്ന് പറഞ്ഞു വെക്കണം എന്ന് അമേരിക്ക എടുത്ത് പറഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. ഇറാഖിലും അതേ അവസ്ഥ തന്നെയാണ്. അപ്പോൾ ഇതേപോലെ അമേരിക്കൻ ചേരിയിലുള്ള രാജ്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉപദ്രവങ്ങൾ ഈ രാജ്യങ്ങളുടെ ഉള്ളിൽ നടത്തുന്നു എന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, ചെറുതായിട്ട് 2-3 ബോംബൊക്കെ ഇടും, പിന്നെ കുറച്ച് ആയുധങ്ങളൊക്കെ നശിപ്പിക്കും. ഇതേപോലെ തോന്നുമ്പോൾ ചിലപ്പോൾ ഒന്ന് അറ്റാക്ക് ചെയ്യും. അപ്പോൾ അതിനൊക്കെ പ്രതികരിക്കാൻ പോരുത്. നേരെ പോയി അമേരിക്ക എടുത്ത് പറയുക, ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇസ്രായേലിൻ്റെ ബെഞ്ചമിൻ നെതന്യാഹുവിനടുത്തൊന്ന് പറഞ്ഞു വെക്കണം. അതുപോലെ ഇറാഖിൽ നിന്നും ഇതേപോലെ റിക്വസ്റ്റുകളൊക്കെ പോകും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചൊൽപ്പടിക്ക് വഴങ്ങി നല്ല രീതിയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗുഡ് കൺട്രീസ് ലിസ്റ്റിൽ വരും. അപ്പോൾ അതുപോലെ തന്നെ സിറിയ ഓൾറെഡി തന്നെ ഒരു തീവ്രവാദ രാഷ്ട്രമാണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചതാണ് പലതവണ. അന്ന് ബാഡ് കൺട്രീസ് എന്നുള്ള കാറ്റഗറിയിലുള്ള രാജ്യങ്ങളെ ഒരു രീതിയിലുള്ള അനാലിസിസും നടത്താതെ വീണ്ടും കുറച്ച് തീവ്രവാദികളെ തന്നെ അവിടെ ഭരണത്തിൽ കയറ്റി ഇരുത്തിക്കൊണ്ട് അതിനെ ഗുഡ് കൺട്രീസ് എന്നുള്ള ലിസ്റ്റിൽ പെടുത്തിക്കൊണ്ട് കംപ്ലീറ്റ് സാങ്ഷൻസ് മാറ്റിക്കൊണ്ടുള്ള ഉത്തരവാണ് അമേരിക്ക പുറത്തിറക്കിയിരിക്കുന്നത്. ഇതൊക്കെ അമേരിക്കയുടെ ഇരട്ടത്താപ്പാണ്, അല്ലാതെ ഇതിനകത്ത് വേറെ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും കുറേ സമഗ്രമായ വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.